നിർണായകമായ സർവകക്ഷി യോഗം അല്പസമയം മുൻപാണ് ഡൽഹിയിൽ പൂർത്തിയായത്. പ്രതിപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സർവകക്ഷി യോഗം പൂർത്തിയായി മടങ്ങി. എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നാണ് സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന സന്ദേശം. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനൂപ്, ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ മതം ചോദിച്ച് കൊന്നു കളഞ്ഞതിന് രാജ്യത്തിന്റെ പ്രതിരോധമാണ്, തിരിച്ചടിയാണ്, പാകിസ്ഥാനുള്ള മുന്നറിയിപ്പാണ്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെ സൈനിക നടപടികൾ നമ്മൾ സ്വീകരിച്ചു, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിർത്തിയിൽ നമ്മൾ സ്വീകരിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ്, അതൊരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതിപക്ഷത്തിനെ അറിയിക്കേണ്ടതുണ്ട്, മറ്റ് കക്ഷികളെ അറിയിക്കേണ്ടതുണ്ട്. ആ സർവകക്ഷി യോഗത്തിൽ മോദിയുടെ സന്ദേശം പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ്. സർവകക്ഷി യോഗത്തിന്റെ വിവരങ്ങൾ പറയൂ അനൂപ്. സർവകക്ഷി യോഗം പൂർത്തിയായത് ഏതാണ്ട് 5 മിനിറ്റ് മുൻപാണ്. ഇവിടെ പാർലമെന്റിലെ അനക്സിലായിരുന്നു അല്പസമയം മുൻപ് യോഗം ചേർന്നത്. യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പുറത്തേക്ക് പോയി. രാജ്നാഥ് സിംഗ് ആദ്യം പോയി, പിന്നീട് JP നഡ്ഡ, അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും മന്ത്രിമാരും പുറത്തേക്ക് പോയി. രാഹുൽ ഗാന്ധിയും ഖാർഗെയും പോയി. ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സന്ദേശം വായിച്ചു. ആ സന്ദേശത്തിൽ പറയുന്നത് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം ഈ വെല്ലുവിളിയെ നേരിടാൻ എന്നുള്ളതാണ്. മാത്രവുമല്ല, എന്തൊക്കെ നടപടികളാണ് കഴിഞ്ഞ ഒരു 35 മണിക്കൂർ നേരം പാകിസ്ഥാന്റെ സ്പോൺസേഡായി നടത്തുന്ന ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തിയത് എന്ന് യോഗത്തിൽ വിശദീകരിച്ചു. മാത്രവുമല്ല, ഇനിയൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നാൽ നമ്മൾ സജ്ജമാണ് എന്ന് സൈന്യത്തിന് വേണ്ടിയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടിയും യോഗത്തിൽ വിശദീകരിക്കുകയാണ് ചെയ്തത്. പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ യോഗത്തിലുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി, ഒപ്പം ധനമന്ത്രി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിന് ശേഷം യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ഇതുവരെ സൈന്യം സ്വീകരിച്ച നടപടികൾക്ക് അനുകൂലമായി നിൽക്കുകയാണ് ചെയ്തത്. എന്തായാലും യോഗത്തിന് ശേഷം ചില നേതാക്കൾ അല്പസമയം ഇവിടെ വിജയ് ചൗക്കിലേക്ക് എത്തും. എന്നിട്ട് യോഗത്തിന് നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് പോലെയുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായി നടക്കാറുള്ളതാണ് ഇത്തരം എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുള്ള സർവകക്ഷി യോഗം. അതാണിപ്പോൾ നടന്നത്. ശരി, സർവകക്ഷി യോഗം പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് മോദിയുടെ സന്ദേശം ഉള്ളത്.